റോമ 8 ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്നു. റോമ 8:2 തിരുവചനം, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിയമത്തിൽ നിന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചിലർ പാപം ചെയ്ത് രോഗികളായി തീർന്നു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാതെ ദൈവാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിലാണ് മനസ്സ് വയ്ക്കുന്നത്. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ നമ്മെ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാൽ സഹോദരങ്ങളെ, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കീഴ്പ്പെട്ടവരല്ല. ജഡികളായി ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ നമ്മൾ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ, ഉപേക്ഷിക്കുന്നെങ്കിൽ നമ്മൾ ജീവിക്കും. അതുകൊണ്ടാണ് റോമ 8:14 തിരുവചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പോൾ നമ്മൾ ദൈവാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവപുത്രരാണ്, ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും ദൈവത്തോട് ചോദിച്ചാലും, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞ ആ വചനം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ജഡികരായി ജീവിക്കാതെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. നിങ്ങളോട് വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നമ്മൾ പിതാവിനെ ആബാ പിതാവേ, ആബാ പിതാവേ എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ ആബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നിറയണം.